ഓ ഷിറ്റ് എന്നൊരു വാക്കോട് കൂടി അദ്ദേഹത്തിന്റെ കോള് കട്ടാകുകയാണ്. അതിനുശേഷം ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. ആൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ ആർക്കും അറിയില്ല. ദുരൂഹമായ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ പൗരനായ ബ്രാൻഡൻ സ്വാൻസൺ എന്ന ചെറുപ്പക്കാരന്റെ സ്റ്റോറിയാണ്. ഇത് വെറുമൊരു കഥയല്ല, റിയൽ സംഭവമാണ്. അമേരിക്കയിലെ മിനസോട്ടയ്ക്ക് അടുത്ത് താമസിച്ചിരുന്ന 19 വയസ്സുകാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ബ്രാൻഡൻ സ്വാൻസൺ. അപ്പോൾ ബ്രാൻഡൻ അദ്ദേഹത്തിന്റെ കോളേജിലെ ഒരു പാർട്ടി കഴിഞ്ഞ് നൈറ്റ് തന്റെ വീട്ടിലേക്ക് സ്വന്തം കാർ ഓടിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ കാർ ഒരു കുഴിയിലേക്ക് വീഴുകയുണ്ടായി. ശേഷം ബ്രാൻഡൻ തന്റെ പാരന്റ്സിനെ വിളിക്കുകയാണ്. എൻ്റെ വാഹനം ഒരു കുഴിയിലേക്ക് വീണു, എന്നെ പിക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ തൻ്റെ പാരൻസിനെ വിളിക്കുകയാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നീണ്ട 47 മിനിറ്റുകൾ നീണ്ടു നിന്നപ്പോൾ ഓക്കെ, ഈ 47 മിനിറ്റിനുള്ളിൽ അവർ സംസാരിച്ചിരുന്നത് ഈ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യവും എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് താൻ ഇപ്പോൾ എന്നുള്ളതും തന്നിലേക്ക് എത്താനുള്ള വഴികളും. അതായത് പാരൻസിൻ്റെ അടുത്ത് ബ്രാൻഡൻ പറയുകയാണ്, എൻ്റെ വാഹനം അപകടത്തിലായി, ഞാനിപ്പോൾ ഇന്ന സ്പോട്ടിലാണ്, ഞാൻ ഇന്ന റോഡിലൂടെ ഇന്ന ഇടത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക, വരാനുള്ള ഡയറക്ഷൻസും ഏതാണ് സ്പോട്ട്, എങ്ങോട്ടേക്കാണ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഫോളോ ചെയ്തുകൊണ്ട് ബ്രാൻഡനെ പിക്ക് ചെയ്യാൻ വേണ്ടി പാരൻസ് മറ്റൊരു കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 പേരും തൊട്ടടുത്തെത്താറായിരിക്കുന്നു. കാണാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി എന്നുള്ള രീതി എത്തുമ്പോഴത്തേക്കും ബ്രാൻഡന്റെ കോള് കട്ടാകുകയാണ്. കട്ടാകുന്നതിന് തൊട്ടു മുന്നേ ബ്രാൻഡൻ ഒരു വാക്ക് ഉച്ചരിച്ചു. ഓ ഷിറ്റ് എന്നുള്ളതായിരുന്നു ബ്രാൻഡന്റെ അവസാനത്തെ വാക്ക്. അതോടുകൂടി ആ കോള് കട്ടായി. പിന്നീട് ഒരറിവുമില്ല ബ്രാൻഡൻ എന്ത് സംഭവിച്ചു, ജീവനോടെ ഉണ്ടോ മരിച്ചു, ഒരു തുമ്പോ തെളിവോ ബാക്കി വെക്കാതെ ബ്രാൻഡൻ എന്ന ചെറുപ്പക്കാരൻ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്ന് പറയാം. കാരണം ഒരാൾക്കും ബ്രാൻഡനെ പറ്റി പിന്നീട് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബ്രാൻഡന്റെ ശവശരീരം അല്ലെങ്കിൽ ബ്രാൻഡൻ ഒരു പക്ഷേ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും കണ്ടെത്താനായിട്ടില്ല. ഇന്നും നിഗൂഢമായി തുടരുന്ന കഥയാണ് ബ്രാൻഡൻ സ്വാൻസൺ എന്ന ചെറുപ്പക്കാരന്റെ ഈ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രാൻഡന്റെ അവസാനത്തെ ആ ഒരു വാക്ക്, ഓ ഷിറ്റ് എന്നുള്ള ഒരു വാക്ക്, അത്രയും നേരം പാരൻസിന്റെ അടുത്ത് ദീർഘമായ ഒരു സംഭാഷണം നടത്തിയ ചെറുപ്പക്കാരൻ കൂട്ടിമുട്ടാൻ അല്ലെങ്കിൽ തമ്മിൽ കാണാൻ പോകുന്നതിന് തൊട്ടു മുന്നേ അപ്രതീക്ഷിതമായി ഓ ഷിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കോള് കട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്തോ അപായം അവന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ അരുതരുതാത്ത എന്തോ, കാണാൻ പാടില്ലാത്ത എന്തോ അവൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തം മരണം മുന്നിൽ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഓ ഷിറ്റ് എന്ന് ആ ഒരു രീതിയിൽ പറഞ്ഞ് അവൻ്റെ കോളും കട്ടാകുകയുള്ളൂ. എന്തോ ദുരൂഹമായ അപകടകരമായ എന്തോ സാഹചര്യത്തിലേക്ക് ബ്രാൻഡൻ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ തിയറീസും ഫോം ചെയ്തിട്ടുണ്ട്. ബ്രാൻഡൻ കാണാതായപ്പെട്ടതിനെ തുടർന്ന് ദീർഘമായിട്ടുള്ള ഒരു സെർച്ച് അവിടെ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള